രാവിലെ അലമാര തുറന്ന് ഇരിപ്പാണ്. എന്തുടുക്കും? കോട്ടണോ ഷിഫോണോ? കോളേജിലേക്ക് സാരി ചുറ്റി പോകുന്നത് എനിക്കിപ്പോൾ അത്ര രസമായി തോന്നുന്നില്ല. ജിനി ഇട്ട സൽവാർ കണ്ടപ്പോൾ മുതൽ ഒരു പൂതി, എനക്കും അത് ഇടണമെന്ന്. അമ്മയോട് ചോദിച്ചാൽ സമ്മതിക്കോ ആവോ? അയ്യോ, ക്ലോക്കിൽ മണി 9 മുട്ടിയല്ലോ. ഈ മഞ്ഞ പോളിസ്റ്റർ സാരി ഉടുക്കാം. ഇന്ന് ആദ്യ പീരീഡ് വിജയമാഷിൻ്റെ മലയാളം ക്ലാസ്സാണ്. അപ്പം കുറച്ച് വൈകിയാലും കുഴപ്പമില്ല. നാസ്ത കഴിക്കാൻ സമയമില്ല. അമ്മ ചീത്ത പറയും. നനഞ്ഞ മുടി ഇല്ലിയിട്ട് ഒരു ചുവപ്പ് പൊട്ടും കുത്തി പോൺസ് പൗഡറും ഇട്ട് ചായ മോന്തി ഞാൻ ഓടി. ബസ് പോയല്ലോ, ഇനി കോളേജിലേക്ക് നടക്കണം. ഓടിക്കതച്ച് കോളേജിലെത്തി. ബെല്ലടിച്ചിട്ടേ ഉള്ളൂ. ക്ലാസ്സിലേക്ക് ഓടി. അതാ രാജി 3-ാം ബെഞ്ചിലിരിക്കുന്നു. അവളുടെ അടുത്ത് പോയി ഇരിപ്പുറപ്പിച്ചു. ബോർഡിൽ കുമാരനാശാൻ്റെ ദുരവസ്ഥയാണ്. ഈ കവിത പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഈ 80കളിലും ജാതിവെറി മാറിയില്ലല്ലോ എന്ന് മനസ്സിലായി. എൻ്റെ അച്ഛമ്മ പറയും, ആ പൊലയ കൊച്ചിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കണ്ട എന്ന്. അത് കേട്ടാൽ ഉടനെ അച്ഛൻ ചോദിക്കും, അവൾക്കെന്താ വസൂരിയുണ്ടോ പകരാൻ? അച്ഛൻ തലശ്ശേരി കോടതിയിൽ ബെഞ്ച് ക്ലർക്കാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് പുരോഗമന ചിന്താഗതിക്കാരനും. പെൺകുട്ടികൾ പഠിക്കണം, എന്നാലേ കുടുംബത്തിന് മുന്നേറ്റമുണ്ടാകൂ. ഇനിയുള്ള യുഗത്തിൽ പെൺകുട്ടികളും കൂടി ജോലി സമ്പാദിച്ചാലേ ചിലവ് നിറവേറ്റാൻ കഴിയൂ എന്നും പറയും. അതുകൊണ്ട് എൻ്റെ ചേച്ചി ഡിഗ്രി കഴിഞ്ഞ ശേഷമാണ് വിവാഹം കഴിച്ചത്. ഞാനിപ്പോൾ ഡിഗ്രി ഫസ്റ്റ് ഇയർ ഫിലോസഫിയാണ്. കോളേജ് ഫെസ്റ്റാണ് ജനുവരി 28-ന്. അതുകൊണ്ട് ആദ്യത്തെ 2 പീരീഡ് കഴിഞ്ഞാൽ പിന്നെ പ്രാക്ടീസാണ്. രാജി നന്നായി പാടും. അവൾ റിഹേഴ്സലിന് പോയി. ഞാൻ ലൈബ്രറിയിലേക്ക്. കുറച്ച് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാനുണ്ട്. പെട്ടെന്ന്, ഇതാ പുസ്തകം റിട്ടേൺ ചെയ്തു. ആ ശബ്ദം